ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? അൽഹംദുലില്ലാ അമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ 2025 ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാനിതാ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്നിപ്പം ഹെസനെ കാണിക്കാൻ പോകേണ്ട ദിവസമാണ്. ഓളെ എല്ലാ ബുധനാഴ്ചയും ഡോക്ടറെ കാണിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഹോസ്പിറ്റലിലേനു പോയത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടാവില്ല, നമ്മളെ സർജറി ചെയ്ത ഡോക്ടറെ കാണൂല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് എല്ലാ ആഴ്ചയും പോയിട്ട് കാണിക്കൽ. അപ്പം കുറച്ചുകൂടി നല്ലതും വീട്ടിൽ പോയിട്ട് കാണിക്കുന്നതാണ്. മറ്റേത് രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ ലൈൻ നിന്ന്, പിന്നെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇവിടെ കോഴിക്കോടുള്ളവർക്ക് മെഡിക്കൽ കോളേജിൽ പോയവർക്ക് മനസ്സിലാവും. നമ്മളവിടെ ലൈൻ നിന്ന് OP എടുത്ത് പിന്നെ വീൽ ചെയറിന് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ടൈം കഴിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ അവിടെ മിക്ക ദിവസം ഡോക്ടറും OPയിൽ ഉണ്ടാവലില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയി കാണിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. ഒന്നുകൂടി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം, പിന്നെ മെയിൻ ഡോക്ടറെ തന്നെ കാണുകയും ചെയ്യുമല്ലോ അവളെ സർജറി കഴിഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിലല്ല വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കാണിക്കൽ. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും കമ്പി ലൂസായി പോയിട്ട് വീണ്ടും മാറ്റിയിട്ടതിന് ശേഷം. അപ്പം ഇന്നിപ്പം ബുധനാഴ്ച ന്യൂ ഇയറിൻ്റെ അതേ ദിവസം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നല്ല, ഫസ്റ്റ് ഹെസനെ കാണിക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ സമാനെ കാണിക്കാൻ പോയി. അങ്ങനെ ഇന്നൊരു കുട്ടി ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു. അങ്ങനെ ഞാനിന്ന് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ, കുക്കർ ബിരിയാണി. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. ഞാൻ രാവിലെ ഇസാൻക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നല്ലോ, അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈയോ സോയാബീൻ ഫ്രൈ അങ്ങനെ എന്തോ ഉണ്ടാക്കി, എനിക്ക് മറന്നുപോയി. അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ പിന്നെ വേഗം പണി കഴിയുമല്ലോ. അപ്പം ഞാൻ കുക്കർ ബിരിയാണി എസക്ക് ഇഷ്ടമില്ല, കാരണം മസാലയും ചോറും എല്ലാം കൂടി മിക്സായി വരുന്നതൊന്നും മോൾക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇസാൻക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഓക്കും കൂടി കുറച്ച് കൂട്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് മാത്രം ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ രാത്രി ഇപ്പം പൊറാട്ടയും ചിക്കനൊക്കെ വാങ്ങിത്തരാൻ പറഞ്ഞു കേട്ടോ, കാരണം ഇന്ന് എൻ്റെ അപ്പൻ്റെയും അമ്മൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ചിക്കന് ഞാൻ വാങ്ങിത്തരാം, ചിക്കന് ഈ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തോ, പൊറാട്ടയും വെള്ളപ്പവും ഞാൻ രാത്രി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രം ലേശം ചോറ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചു നോർമൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ചോറ് ബാക്കി ഉണ്ടാവും, പിന്നെ അത് വെറുതെ വേസ്റ്റ് ആവുമല്ലോ. അപ്പം കുക്കർ ബിരിയാണി ആകുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കുക്കർ ബിരിയാണിയിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ നോർമൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അതും ഡബിൾ പണിയാണ്, അതും എങ്ങനെ കുറച്ചാക്കിയാലും കുറേ ആയിപ്പോവും. അങ്ങനെ ആ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട്. ഫസ്റ്റ് ഉള്ളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 2-3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കുക്കർ ബിരിയാണി, കാരണം ചിക്കനും റൈസും ഒക്കെ ഒരുമിച്ച് കുക്കാവുന്നതിനോണ്ട് തന്നെ ആ ഒരു റൈസിൽ ചിക്കന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ ഇവിടെ എസക്കും ഇസാൻക്കും ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കലില്ല. എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ രാവിലെ ഇസാൻ്റെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും എന്നല്ലാതെ അങ്ങനെ കൂടുതലും കുക്കർ ബിരിയാണി ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഹെസക്ക് ചോറ് ബാക്കിയുണ്ടല്ലോ. അങ്ങനെ തക്കാളിയൊക്കെ വാടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോർമൽ ബിരിയാണിയിലേക്ക് ഇടുന്ന പോലെ തന്നെ കുറച്ച് തൈരും പിന്നെ ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അതും കൂടി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊക്കെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലുള്ളവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിയാണ്, കാരണം 1 പോട്ട് ബിരിയാണി എന്നൊക്കെ പറയുമല്ലോ, അതേപോലത്തെ ഒരു ബിരിയാണി. കുറേ പാത്രങ്ങളൊന്നും കഴുകാനും ഉണ്ടാവില്ല. ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ചിക്കനും മസാലയും റൈസും ഒക്കെ കുക്കറിൽ തന്നെ ഇട്ടാക്കുന്നതിനോണ്ട് അങ്ങനെ അധികം പണിയും ഉണ്ടാവില്ല, പാത്രം കഴുകണ പണിയും അത്ര ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ഞാൻ ചിക്കനിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അരിൻ്റെ അളവിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരൊക്കെ പിന്നെ നിങ്ങൾ നോർമൽ പുളിക്കനുസരിച്ചിട്ടുള്ള തൈര്
ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരി ഇട്ടു. ഫസ്റ്റ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം അരി ഏതായാലും കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പട്ടിയും ഏലക്കായും പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിൽ 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 വിസലോ അല്ലെങ്കിൽ 2 വിസലോ അത്രയും മതിട്ടോ. ഇനി നിങ്ങൾക്ക് ആ വെള്ളം വേണമെങ്കിൽ ലേശം കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1.25 കപ്പ്, ഞാനിപ്പോൾ 1 കപ്പ് അരിയല്ല എടുത്തത്, അപ്പോൾ 1.25 കപ്പ് വേണമെങ്കിലും വെള്ളം ഒഴിച്ചെടുത്താലും മതി. കാരണം കുക്കറിലല്ലേ, അപ്പം പിന്നെ നല്ലോണം ചോറ് വെന്ത് പോകണ്ട. ഞാനിപ്പോൾ എന്തായാലും 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ നോർമലി 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലെണ്ണാണ് കേട്ടോ എപ്പോഴും എടുക്കൽ. ഇനി ഞാനിതാ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസൽ അടിച്ചിട്ട് ഓഫാക്കി വെക്കാം. എന്നിട്ട് വിസൽ ഫുള്ളും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നു നോക്കൽ. ഇനിയിപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാത്രിത്തേക്ക് ചിക്കന് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാട്ടോ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, വിനിഗർ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് മല്ലിയില, പുതിനയില അത് ഒക്കെ ഈ പൊടിയുടെ കൂടെ ഇട്ടിട്ട് അതും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പം ടൈമില്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങനെ ചെയ്യാണ്. കാരണം എനിക്ക് വേഗം പണി കഴിച്ചിട്ട് വേണം ഹെസനെ കാണിക്കാൻ വേണ്ടി പോകാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുണ്ടോ. പിന്നെ എങ്ങനെയായാലും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം ഇപ്പോൾ ഓവനിലായാലും എയർ ഫ്രയറിലായാലും നമ്മൾ ചിക്കന് പൊരിക്കുന്ന സമയത്ത് അതിൽ കുറച്ചധികം തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ ചിക്കന് നല്ല സോഫ്റ്റാവും. ഞാൻ ഇതിൻ്റെ അടുക്ക് ഇതേപോലെ തൈര് ചേർക്കാതെ തൈര് ലേശം ചേർത്തിട്ട് ആക്കിയ സമയത്ത് ഭയങ്കര ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി ചിക്കന്. തൈര് കുറച്ച് അധികം ചേർത്ത് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും, കുറച്ച് നല്ല ജ്യൂസി ആയിട്ടും നല്ല മൊരിഞ്ഞിട്ടും കിട്ടും കേട്ടോ ചിക്കന്. അപ്പം അങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി. ഇനിയിപ്പോൾ അതാ ഞാൻ ബാക്കി വന്ന തൈരിലേക്ക് കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ടും അങ്ങനെ തൈരും അവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം പോയിട്ട് എന്താ പറയുക, വേഗം പോയി കുളിച്ച് ഫുഡ് കഴിച്ച് മാറ്റണം. ഒരു 2:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലും ഒരു 3 മണിക്കാണ് ഡോക്ടർ അവിടെ ഉണ്ടാവുക. 3 മണി വരെയാണ് ഡോക്ടർ അവിടെ ഉണ്ടാവുക. അപ്പോൾ 2 മണി 2:30 2:15 ആകുമ്പോഴേക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം.
അങ്ങനെ പിന്നെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എസക്കുള്ള ഫുഡിൻ്റെ ഇലയിച്ച് കൊടുത്തിട്ടുണ്ടേനും. അങ്ങനെ പിന്നെ ഞാനും വേഗം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേണം വേഗം മാറ്റി പോവാൻ. അപ്പോൾ ഇതാണ് കേട്ടോ കുക്ക് ബിരിയാണി. ഇതിൽ നല്ല മസാല ഉണ്ടേനു കേട്ടോ, റൈസ് കുറവും മസാല കൂടുതലും വേനും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മസാല കൂടുതലും റൈസ് കുറവായിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ആക്കാത്തവരെന്തായാലും ട്രൈ ആക്കി നോക്കി. അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കാത്ത് നിൽക്കേനു. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് കുറേ നേരം ഞാൻ കണ്ണാടിയൊക്കെ നോക്കി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നിട്ടോ. കാരണം നമ്മളെ കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടില്ല. സാധാരണ എൻ്റെ ഇളയച്ചന്മാരാരെങ്കിലാണ് കൊണ്ടുപോകൽ. അപ്പം രണ്ടാളും ഇന്ന് നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇളയച്ചന് ഷോപ്പിൽ ഒരാളാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ആളെ കാത്തുനിന്ന് കുറേ ലേറ്റായി പോയിട്ടോ. 3 മണി വരെയാണ് ഡോക്ടർ ഉണ്ടാവൽ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2:50 അങ്ങനെ എന്തോ ആയിക്കണ്. പിന്നെ ഞാൻ വേഗം കാല് കയറിയ പടത്തന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളിതാ ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. അതുമ്പോൾ പിന്നെ ഡോക്ടർ നമ്മളെ വെയിറ്റ് ചെയ്യല്ലോ, പോകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടോ. ഇന്ന് എൻ്റെ ഉമ്മൻ്റെയും ഇപ്പൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഡേറ്റ് നമ്മൾ ആരും മറന്നു പോലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡെത്ത് ബൈ ചോക്ലേറ്റോ അങ്ങനെ ഒരു ഫ്ലേവറാണ് കേട്ടോ വാങ്ങിയത്. നമുക്കിവിടെ എല്ലാവർക്കും ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ഫ്ലേവർ വാങ്ങി. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ആക്കി നോക്കിയത്. അങ്ങനെ ഞാൻ കേക്ക് വാങ്ങിയത് ആരും കണ്ടിട്ടില്ല കേട്ടോ. സമാനും കണ്ടിട്ടില്ല, ഹെസിയും കണ്ടിട്ടില്ല. കാരണം ഹെസ നല്ല ഉറക്കേനു, സമാനും ഉറക്കേനു. അപ്പോൾ അതുകൊണ്ട് ഒരാരും കാണാതെ സർപ്രൈസായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി, ഹെൽത്ത് സെൻറ്ററിൽ സമാനും ഇന്നിയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2-3 ദിവസമായിട്ട് നല്ല ചുമയേനു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പോകേണ്ടത് ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊക്കെ വിചാരിച്ചതേനു. പക്ഷെ സമാൻക്ക് നല്ല ചുമ ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കാണിക്കാൻ പോയ ദിവസം ശരിയാണ് കേട്ടോ. നമ്മളവിടെ പോയപ്പോൾ ആരും ഇല്ലേനു. അതുകൊണ്ട് പിന്നെ വേഗം പോയി കാണിച്ച് വന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമ്മ വന്നു കേട്ടോ. ഇമ്മനെ ഹെസം വിളിച്ച് ഇമ്മ ഇന്ന് വരുന്നില്ല നാളെ വരാമെന്നൊക്കെ പറഞ്ഞതേനു. പിന്നെ ഹെസയ്ക്ക് കാണാൻ പൂതിയാവുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ വന്നതേനു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഹെസി അറിയില്ലേനു നമ്മൾ ഈ കേക്കൊക്കെ വാങ്ങി വെച്ച കാര്യം. കേക്ക് കണ്ടപ്പം എല്ലാവരും ആകെ സർപ്രൈസ് ആയിട്ടോ. സമാനും ഹെസിയും ഇസാനും ഉമ്മയും ഇപ്പൊക്കെ സർപ്രൈസ് ആയിട്ടുണ്ടേനു. ഹെസ ചോദിച്ചു ഇതൊക്കെ എപ്പോൾ വാങ്ങി, ഞാനും ഉണ്ടേനല്ലോ നിങ്ങളെ കൂടെ എന്നൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്തു, കേക്ക് കഴിച്ചു. എൻ്റെ സമാൻക്കാണെങ്കിൽ കേക്ക് കണ്ടിട്ട് തീരെ നേരമില്ല കേട്ടോ. ഓന് കേക്ക് നമ്മൾ ഇപ്പം വരുന്ന ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമ്മൾ വേഗം കേക്ക് എടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ടേബിൾ മേൽ സെറ്റാക്കി വെച്ചിട്ടോ. എന്നിട്ട് ഇളയിച്ച് ഡോർ തുറക്കാൻ പോയ ചാൻസിന് ഓൻ ആ കേക്കിലുള്ള ഏതോ ചോക്ലേറ്റിൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടേനു. കാരണം ഓനക്ക് തീരെ നേരമില്ലാത്ത ആളാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഇമ്മയും പോയി. ഇപ്പൻ്റെ വീട്ടിലെന്തോ എല്ലാവരും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ഞാൻ ഓവനിലല്ല എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്യട്ടോ. അപ്പോൾ ഒന്നുകൂടി എന്താ പറയുക, നല്ല ഡ്രൈ ആവാതെ നല്ലൊരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ ഈ സംഭവം കിട്ടും. എനിക്കിങ്ങനെ ഈ ഡ്രൈ ആയി കിട്ടുന്നതിനെക്കാട്ടും ഇഷ്ടം കുറച്ച് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നതാണ്.
അങ്ങനെയൊക്കെ അതാ ചിക്കന് ഗ്രില്ല് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ന്യൂ ഇയർ ഡേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളി. മാഷാ അല്ലാ നമ്മൾ ന്യൂ ഇയർ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.